ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കൈപ്പങ്ങ വെച്ച് സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായി കുറച്ച് വെളുത്തുള്ളി ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. 5-6 പച്ചമുളകും ആവശ്യത്തിന് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കൈപ്പങ്ങ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൈപ്പങ്ങ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി അച്ചാറിലേക്കുള്ള കാന്താരിമുളക് കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള കൈപ്പങ്ങ ഇവിടെ വേവിച്ചെടുക്കാം. അതിനായി കൈപ്പങ്ങയുടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്കുള്ള പുളി നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്നു. ഇനി നമുക്കത് പിഴിഞ്ഞെടുക്കാം. ഈ കൈപ്പങ്ങ അച്ചാറിലേക്ക് പുളിവെള്ളം മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നമ്മുടെ കൈപ്പങ്ങ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ചട്ടി വെച്ച് നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാന്താരിമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പുളിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഇത് നന്നായി തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കൈപ്പങ്ങ മുഴുവനായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് സൂപ്പർ നോവയുടെ പിക്കിൾ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് സുർക്ക ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പുളി നോക്കി ആവശ്യത്തിന് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് കൈപ്പങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻ്റായി അറിയിക്കുക. ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അച്ചാറിന് അധികം കയ്പുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Bye.